ഹായ് ഫ്രണ്ട്സ്, ചേറ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ എൻ്റെ പേര് റെനി. ഇന്ന് എൻ്റെ ഭർത്താവും പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ലഞ്ചിന് എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വാരി വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇപ്പോൾ വേവിക്കാൻ പോവുകയാണ്. സ്റ്റൗ ആദ്യം കത്തിക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു നാരങ്ങ കട്ട് ചെയ്തത് അതിൻ്റെ ഹാഫ് ഇതിലേക്ക് ഒഴിക്കുന്നു. അടുത്തതായിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുന്നു. ഇത്രയും കാര്യം ഞങ്ങൾ ഇട്ടത് എന്തിനാണെന്നറിയാമോ? ഈ നാരങ്ങാനീരും ഉപ്പും ഈ സൺഫ്ലവർ ഓയിലും കൂടെ ചേർന്ന് ഈ അരി വേവുമ്പോൾ ഒന്നേ തൊടാതെ വണ്ണം കിടക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. അടുത്തതായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുന്നു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. എണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചു വെച്ച ഈ മുട്ട ഇതിലേക്ക് ഒഴിക്കുന്നു. കുറച്ച് ഉപ്പും നമുക്കിടാം. ഈ മുട്ട നല്ലവണ്ണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ആക്കുമ്പോൾ ഇത് ഒന്നേ തൊടാതെ വണ്ണം കിടക്കണം. പൊടിഞ്ഞും പോകല്ല. പൊടിഞ്ഞു പോയാൽ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലാതാവും. നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചിക്കി തോത്തിയ രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കാൻ. അധികം കരിഞ്ഞു പോകല്ല. ഇപ്പോൾ ഇവിടെ എഗ് ഫ്രൈഡ് റൈസിനുള്ള മുട്ട ഫ്രൈ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാനിനി ഇത് മാറ്റി വെക്കാൻ പോകണേ. അടുത്തതായി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുന്നു. ഓയിൽ നല്ലവണ്ണം ചൂടായി. അതിനുശേഷം ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ ഇടാൻ പോകുന്നത്. ഇത് നല്ലതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇപ്പോൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ട് ചുമന്ന് തുടങ്ങി. അതിനുശേഷം ഞാനൊരു 3 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇടുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഇത്രയേ ഇടുന്നുള്ളൂ. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറേ പച്ചക്കറികൾ ഇതിനകത്ത് ഇടുന്നു. അതിന് കോളിഫ്ലവർ കുറച്ചിടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം.
അടുത്തതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇടുന്നു. ഇത് ഞാൻ 1 കപ്പ് സവാള ഇവിടെ ആണ് ഇടുന്നത്. ഈ സവാള നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ലവണ്ണം വഴറ്റണം. ഇപ്പോൾ സവാള നല്ലവണ്ണം വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബ്രോക്കോളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ബ്രോക്കോളി കൂട്ടന്മാരെ അതിനകത്തോട്ട് ഇടുന്നു. അത് നല്ലതായിട്ട് വഴലട്ട്. ഇപ്പോൾ ഈ മിക്സ് എല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീൻസ് ഇടുന്നു. അതിലേക്ക് ഞാൻ ഗ്രീൻ ഓനിയൻ ഇടുന്നു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക. അങ്ങനെ 2 മിനിറ്റ് ഇത് നല്ലവണ്ണം വഴറ്റണം. അങ്ങനെ ഈ പച്ചക്കറികളെല്ലാം നല്ലതായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതിലേക്ക് ഇടുന്നു. മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ടതിന് കാരണം അധികം വെന്ത് പോവല്ല. വെന്ത് കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് ലാസ്റ്റിൽ എടുത്തത്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതൊരു 30 സെക്കൻഡ് നമുക്ക് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിട്ട വെജിറ്റബിളെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ മസാലയാണ് ഇടുന്നത്. മസാലയ്ക്ക് വേണ്ടി ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി, അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, ഇനി നല്ലവണ്ണം മിക്സ് ആക്കണം. അങ്ങനെ ഇവിടെ മുളക് പൊടിയുടെ പച്ചമണം മാറി തുടങ്ങിയിരിക്കുന്നു. അതിലേക്ക് 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇടുന്നു. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി നല്ലവണ്ണം മിക്സ് ആക്കണം. നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇടുന്നു. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. അങ്ങനെ ഈ മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ റൈസ് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത എഗ്ഗ് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്ത എഗ്ഗ് ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ആക്കി റൈസിൽ. അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം.
അതിനുശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇടാം. അങ്ങനെ ഇവിടെ മുട്ട ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ചെയ്ത് നോക്കണം. അങ്ങനെ ഇവിടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.